ഞാൻ ആ കാതൽ മൂവിയുടെ അതിൽ കുറച്ച് അതിൻ്റെ കുറച്ച് പോർഷൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അതിൻ്റെ താഴെ കുറച്ച് കമൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടൊരു കമൻറ്റാണ്, മമ്മൂട്ടിയേക്കാൾ, അതായത് മമ്മൂട്ടിയുടെ പെർഫോമൻസിനേക്കാൾ നന്നായി ചെയ്തു സുചേട്ടൻ എന്നാ പറഞ്ഞത്. അത് ഒരാളല്ല ഒരുപാട് പേര് അതിൽ കമന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസിനേക്കാൾ ഒരുപടി മുകളിലാണ് ചെയ്തിട്ടുള്ളതെന്നോ. ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതൊരിക്കലും ആവില്ല. ഞാൻ അതിന് പറയാൻ കാരണം വെച്ചാൽ അങ്ങനെ ചിലർക്ക് തോന്നിയ കാരണം വെച്ചാൽ എന്നെ മുന്നേ കാണാത്തതിനെ കൊണ്ടുള്ള ഇതായിരിക്കും. അപ്പം മുന്നേ കാണാത്തതിനെ കൊണ്ട് ഒരാൾ ഫ്രഷായിട്ട് കാണുന്ന പോലെ ഞാൻ മുന്നേ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ ലെങ്ത്തുള്ള വേഷങ്ങളൊന്നുമല്ല. അപ്പോൾ ഫ്രഷായി കാണുന്ന ചില കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പിന്നെ അല്ലാത്ത മമ്മൂക്ക എന്ന് പറയുന്ന മമ്മൂക്കയുടെ അടുത്ത് ഒരു ഇത് നരേറ്റ് ചെയ്യുമ്പം മമ്മൂക്കയൊക്കെ അത് ഒന്നും 100% ഡെലിവറി ചെയ്യുക, അവിടെ ഉണ്ടാവുക, ഡെലിവറി ചെയ്യുക. അതിന് റീടേക്ക് ചിലപ്പോൾ ഇതെല്ലാം അടുത്ത ടേക്ക് പോവുകയാണെങ്കിൽ മമ്മൂക്കി തന്നെ ആയിട്ട് ജിയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അടുത്ത ചിലപ്പോൾ ഇതൊന്നും വേറെ സാധനമായി വരുവാണ്. അത്ര ഇനോർമസ് അവരുള്ളിൽ അത്രയും ഒരുപാട് ഒരു സിറ്റുവേഷൻ തന്നെ പല രീതിയിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെ ഒരു തങ്കലിലോട്ട് എത്തിച്ചെന്ന് പോയി. ഇവൻ ജിയോ ബേബിയോട് ചോദിച്ചറിയാം. ജിയോ ഞാനവരുടെ നിരന്തര കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷനും അങ്ങനെ ഇതുകൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും അതിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പം ആ ഒരു കമ്പാരിസണേ ഒട്ടും ശരിയില്ലാത്തൊരു അതിപ്പോൾ മമ്മൂക്കയാണ് ഈശ്വര അമ്മ അങ്ങനെ പറയാൻ പാടില്ല. അതിനുകൊണ്ട് പറയല്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്. അതിൻ്റെ ആവശ്യമില്ലാത്തൊരു സാധനം അതങ്ങനെ തോന്നിയതിനെ കൊണ്ടിപ്പം ഞാൻ അത് അവർക്ക് ചില അറിഞ്ഞുകൂടാത്തതിൻ്റെ പ്രശ്നമാണ്. അത് ചില ക്യാരക്ടറുകൊണ്ട് ചിലർക്ക് അടുപ്പമുണ്ടാവും. ചിലപ്പോൾ അവർ കണ്ടു പറഞ്ഞ ഏതെങ്കിലുമൊക്കെ അല്ല അവരോട് അവരുടെ ജീവിത ഇതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം അതുകൊണ്ട് അടുത്ത് നിൽക്കണം. ഇപ്പം ഒരുപാട് ഗേ ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഗേ എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ, അവരെ റെപ്രസെൻ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഒരുപാട് ഗേ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെട്ടു. ക്യൂർ കമ്മ്യൂണിറ്റി പറ്റി ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അവർക്ക് മാനസികമായിട്ട് അടുപ്പം തോന്നുന്ന ചില ക്യാരക്ടർ ഞാനായിരിക്കും സപ്പോസ്. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചില സാധനം ഉണ്ട്. അവരെ പ്രസൻറ്റ് ചെയ്യുന്ന മമ്മൂക്കയും പ്രസൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനെ ബോൾഡായിട്ട് എല്ലാം സഹിക്കുന്ന ഒരാൾ ഉള്ള രീതിയിലുള്ള ആ രീതിയിൽ ചില നമ്മളോട് ക്യാരക്ടറിന് തോന്നുന്ന ചില സിമ്പതി അങ്ങനെ ചില സാധനങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ഇഷ്ടമായിട്ട് മാറുന്ന അങ്ങനെയൊക്കെയുള്ള അത് മാത്രം ഉണ്ടാവും. അല്ലാണ്ട് അങ്ങനെ ഒരിക്കലും കമന്റ് പറഞ്ഞേ ഉള്ളൂ. അതെ അതങ്ങനെ അതന്നെ പലരും എന്നോട് മുന്നേ ഇൻ്റർവ്യൂവിലൊക്കെ ചോദിച്ചാലുണ്ട്. വെറുതെ എന്നെ തട്ടാൻ വേണ്ടി ചോദിച്ച ഇൻ്റർവ്യൂ. ഇപ്പം നിങ്ങൾ ചോദിച്ചത് അങ്ങനെ അല്ല കേട്ടോ. പറയാം എന്നെ വെറുതെ എന്നെ നടന്നു നോക്കണം ചോദിച്ചിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അതിപ്പം അപ്പം ആരെന്ത് പറഞ്ഞാലും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആളുകൾ ചുറ്റുമുള്ള നാട്ടുകാരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു പടം ഇറങ്ങിയതിന് ശേഷം? അല്ല, എനിക്ക് എൻ്റെ നാട് എപ്പോഴും വളരെ എൻ്റെ നാട് എൻ്റെ എല്ലാ നാടും ഉണ്ട്. ഞാൻ പറയാം എൻ്റെ നാട് ആണല്ലോ നമ്മുടെ, അത് എനിക്ക് ഭയങ്കര സ്വീകരണമാണ് തന്നിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ആ പടം ഇറങ്ങിയ ശേഷം ചെയ്യുന്ന പടങ്ങളും ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന കുറേ നാട്ടുകാരാണ് എൻ്റെ നാട്ടിലുള്ളത്. ഞാൻ ഒരു ബാലുശ്ശേരി എന്ന് പറഞ്ഞൊരു അവിടെ പെനങ്ങാട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് താമസം, ഇപ്പോഴും താമസിക്കുന്നത് അവിടെ. അപ്പോൾ അവിടെ എനിക്ക് അവിടുന്ന് പോരാൻ തോന്നുന്നില്ല, അവിടുന്ന് മാറാൻ. അതിൻ്റെ ഒരു മണവും അവിടുത്തെ ഒരു നേച്ചർ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ജീവിച്ചു. അപ്പം അവിടുന്ന് എനിക്ക് നല്ല സപ്പോർട്ട് മൊത്തം എനിക്ക്. അതുകൊണ്ട് ഇപ്പോൾ പലരും പറയാറുണ്ട് ഇപ്പം കാതലിൽ അഭിനയിച്ചപ്പോൾ ഒരുപാട് മോശം ഇത് സഹിക്കേണ്ടി വരുന്നത്. എന്നോട് ലൈവായിട്ട് ഒരു വരെ എനിക്കൊരു ഇതുണ്ടായിട്ടില്ല, ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം അതെല്ലാ സ്ഥലത്തും എനിക്കത് നല്ല റെസ്പോൺസാണ് തന്നിരിക്കും. പിന്നെ എന്നോട് പിന്നെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിലൊക്കെ പോയപ്പോൾ ഒരു കക്ഷി പറഞ്ഞ ഓർക്കുന്നുണ്ട്. ആദ്യം ഞാൻ സുചേട്ടനെ കണ്ടിരുന്നു ഒരു ഹോട്ടലിൽ. അപ്പം ഞാൻ ആദ്യം ഈ മനുഷ്യൻ അവജ്ഞയോട് കൂടിയാണ് കണ്ടത്. ഞാൻ ഗേ കമ്മ്യൂണിറ്റിക്കാരനാണ്, മറ്റാണ്, ആക്ച്വലി ഇങ്ങനെയാണ്, അങ്ങനെ ധരിച്ചു പോയിട്ട് ഞങ്ങളടുത്തേക്ക് വന്നില്ല സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു കക്ഷി ഓർക്കുന്നു.